നയിക്കുക എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ചിത്രകലാ ക്യാമ്പുകളിലൂടെയും പ്രദർശനത്തിലൂടെയും നാം നിറവേറ്റിക്കൊണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പെയിൻറ്റിംഗ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയ ശ്രീ ഹൈബീഡൻ സർ, പ്രിയപ്പെട്ട വിനേതൻ, രണ്ടുപേർക്കും ആർട്ട് കൊച്ചിയുടെ പ്രത്യേക നന്ദി ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. 2021 ആർട്ട് കൊച്ചിയുടെ ആരംഭം. ക്യാമ്പുകളും എക്സിബിഷനുമായി തുടക്കം കുറിച്ചു. ഒരു പ്രമുഖ സംഘടനയിലായിരുന്ന ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചപ്പോൾ ഞാനും ബോണിയും ചേർന്ന് ആർട്ട് കൊച്ചിക്ക് രൂപം നൽകി. സൗണ്ട്സ് ആൻഡ് കളേഴ്സ് എന്ന ഈ പെയിൻറ്റിംഗ് എക്സിബിഷൻ്റെ ക്യൂറേറ്റർ പ്രിയപ്പെട്ട ശ്രീ ബാബുരാജ് പാലൻ, പ്രിയപ്പെട്ട ശ്രീ ബോണിഫസ്, ഇവിടെ സംഗീതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരായ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റുകൾ, കലാകാരന്മാരെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആർട്ട് കൊച്ചി സൗണ്ട്സ് ആൻഡ് കളേഴ്സ് എന്ന വളരെ വ്യത്യസ്തമായ ഒരു എക്സിബിഷൻ ഇന്ന് എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ചു എന്നുള്ളത് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും ഫോട്ടോ ഇതിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ പെയിൻറ്റിങ്സ് കാണുമ്പോൾ അവരെനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരും വളരെ വേഴ്സറ്റൈലായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ആർട്ട് കൊച്ചിയുടെ ഈ എക്സിബിഷൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ എത്തിച്ചേരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതിൻ്റെ സംഘാടകർ വന്നിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിക്ക് ആശയം നന്നായി ഇഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് പല കാരണങ്ങളാൽ ഈ ദിവസം എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് പറയുകയുണ്ടായി. ഈ ഹാളിൻ്റെ ലഭ്യതയെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള ആശങ്കകൾ പല ആളുകളും പ്രകടിപ്പിച്ചെങ്കിലും കുറേ നാളത്തെ പരിശ്രമത്തിന് ശേഷം ആർട്ട് കൊച്ചിക്ക് ഈ ഗാലറി എക്സിബിഷന് വേണ്ടി തുറന്നു നൽകി. അതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിവിധ ഡൈവേഴ്സ്ഡ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരുടെ മനോഹരമായ ചിത്രങ്ങൾ, 2 ചിത്രങ്ങൾ വെച്ചിട്ടാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ആശംസകൾ അർപ്പിക്കുന്നു. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനീയനും ആരാധനമായ എറണാകുളത്തിൻ്റെ MP ശ്രീ ഹൈബീഡൻ, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ ബോണിഫസ്, ശ്രീ ബാബുരാജ് പാലൻ, വ്യത്യസ്ത തുറകളിൽ നിന്നുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ആർട്ട് കൊച്ചി എന്ന നാമധേയത്തിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമസ്കാരം. ആർട്ട് കൊച്ചി അവതരിപ്പിക്കുന്ന സൗണ്ട്സ് ആൻഡ് കളേഴ്സ് എന്ന പെയിന്റിംഗ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുവാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ശ്രീ ഹൈബീഡൻ MPക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ചീഫ് ഗസ്റ്റ് ശ്രീ TJ വിനോദ് MLAക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ വെൽ വിഷേഴ്സ് ആൻഡ് മീഡിയ പാർട്ട്നേഴ്സായ ചിത്ര പെയിന്റേഴ്സ്, ട്രോപ്പിക്കൽ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർസ്, രാധാ സിറ്റി സൈറ്റ്സ് ആൻഡ് മീഡിയ 91 എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.
സെബാസ്റ്റ്യൻ മാസ്റ്റർക്ക് കലാരംഗത്ത് വളരെ പ്രശസ്തമായ സേവനമുണ്ട്. വളരെ കാലം മുമ്പ് തന്നെ ആർട്ട് ഫീൽഡിലുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ആർട്ട് കൊച്ചി ഈ ആദരവ് കലാചാര്യ സെബാസ്റ്റ്യൻ മാസ്റ്റർക്ക് സമർപ്പിക്കുന്നത്. താങ്ക് യു. ഇത് ഗ്ലാസ് പെയിന്റിംഗ് ആണ്. ഈ അക്കറിലേക്ക് ക്യാൻവാസിൽ ചെയ്തേക്കുന്നത്. ഗ്ലാസ് പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ റിവേഴ്സ് പെയിന്റിംഗ് ആണ്. അപ്പൊ നമ്മള് അക്കറിലേക്ക് ക്യാൻവാസിൽ ചെയ്യുമ്പോഴേക്കും ഏറ്റവും ഫൈനലായിട്ട് ചെയ്യണ ടച്ച് ചെയ്യണ കാര്യങ്ങൾ ഇവിടെ ഏറ്റവും ഫസ്റ്റ് ചെയ്തിട്ടാണ് പെയിന്റിംഗ് ചെയ്യുന്നത്. വാട്ടർ കളറിലാണ് ചെയ്തിരിക്കുന്ന നെസ്റ്റ് എന്നുള്ള ഒരു സങ്കല്പമാണ് ഈ പിക്ചർ വന്നിരിക്കുന്ന അർദ്ധനാരീശ്വരനാണ്. ഇത് അക്രിലിക്കിലാണ് ചെയ്തിരിക്കുന്നത്. എന്റെ പിക്ചറിന്റെ പേര് ദ ബ്ലൂമിംഗ് ഫേസസ് എന്നാണ്. ബ്ലൂമിംഗ് ഫേസസ്. സോ സാധാരണ ചെടികളിൽ പൂക്കളാണ് വിടരുന്നത്. ഇപ്പം എൻ്റെ പിക്ചറിൽ ഞാൻ പൂക്കൾക്ക് പകരം മുഖങ്ങളാണ്. അതുപോലെ ഓരോ മുഖങ്ങളും വ്യത്യസ്തമായ മുഖങ്ങളാണ്. അതെല്ലാം ഡെപിക്റ്റ് ചെയ്യുന്നത് ഓരോരോ ഹ്യൂമൻ ലൈഫിനെയാണ്. ഞങ്ങളിപ്പോ 12th കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന 12th വരയ്ക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങള് 15 years ആയിട്ട് ഞങ്ങൾ ഡ്രോയിങ് പഠിക്കുന്നുണ്ട്. നന്ദകുമാർ ഫൈമേൽ എന്ന് പറഞ്ഞ സാറിൻ്റെതാണ് ഞങ്ങൾ കീഴിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. വർക്കുകൾ പൊതുവെ ഞാൻ പേര് മൈൻഡ് ഫ്രെയിംസ്. മൈൻഡ് ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ മൈൻഡ് ഫ്രെയിംസ് അല്ലെങ്കിൽ മോമെന്റ്സ്, പിന്നെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട നേച്ചർ തന്നെ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവുന്നു തോന്നുന്നു അതൊരു രൂപം പ്രാപിച്ചു വരുന്നൊരു സംഭവം. 2023 നാഷണൽ അവാർഡ് വിന്നറാണ്. ഫ്ലവേഴ്സ് വരയ്ക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ എനിക്ക് ഒരു ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത കാരണം കൊണ്ട് എനിക്കൊരു ഒന്നുകൂടി ഒരു പ്രചോദനമായി. അപ്പൊ ഈ സാറും ബാബുരാജ് സാറും പൂണി സാറും അതിനൊരു ഇതായിരുന്നു, സപ്പോർട്ട് ചെയ്യണമായതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇതുണ്ട്, സന്തോഷം. അക്രിലിക്കാണ്. 4 വർഷം കഴിഞ്ഞു. 4 വർഷമായിട്ട് ചെങ്കോല് കൈയാളിയിട്ടുള്ള ചിലരുടെ പടവും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രം പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇന്റർനാഷണൽ റെക്കോർഡിന് എനിക്ക് 5555 പടമായിരുന്നു എന്റെ കഴിഞ്ഞ ഷോ. ആർട്ടിസ്റ്റ് അങ്കിൾ. ഓക്കെ. ഞങ്ങൾ ശരിക്കും 2 പേരാണ് ഇതിന്റെ. ഞാനും ബാബുരാജ്. നമ്മുടെ ആധുനിക കലയിൽ അത് സുപ്പീരിയറിന്റെ ഒരു നിരീക്ഷണം ഉള്ള കാര്യങ്ങളാണ്. പുതിയ കാലഘട്ടത്തിലൊക്കെയുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെയുള്ള മറ്റുള്ള അബ്സ്ട്രാക്ട് രീതിയിലാണ് കവർ ചെയ്യണല്ല. പിക്കാസോന്റെ ഒരു സ്റ്റൈല് ഇതിൽ കയറ്റിയെടുക്കും. പിന്നെ പാരമ്പര്യമായിട്ട് അച്ഛൻ്റെ കാലം മുതലല്ലേ നന്നായി അതിൻ്റെ അത് പറഞ്ഞ അടുത്ത ജനറേഷനും വരുന്നുണ്ട്. കൊച്ചുമോളും ഒക്കെ വന്ന് ചെയ്ത് അകത്ത് കണ്ട് ഞാൻ പേര്. ദിസ് ഈസ് സംതിങ് വെരി ആ ബുക്ക് അതിൻ്റെ ഇൻഫ്ലുവൻസ്. അല്ല ആ ഡിഫറൻസ് അറിയാൻ പറ്റും. നമ്മളുടെ തോട്ട്സ് ഒരിക്കലും ഇപ്പം അവിടെ നിന്ന് പോയതല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം ആർട്ട് ഫോം എന്ന് പറയുമ്പോൾ ഞങ്ങൾ സംഗീതമാണെങ്കിലും എഴുതുന്ന സാഹിത്യമാണെങ്കിലും സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായിട്ടും. എത്ര വർഷമായി ഈ ഫീൽഡിൽ വന്നിട്ട്? ഈ പരിപാടി ചെയ്യാനായിട്ട് ഒരു 5 വർഷം 6 വർഷം 5 വർഷത്തെ ആകാൻ പോകണം ഇപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ് ആയിട്ട്. ആണല്ലേ. അപ്പൊ ഞാനും പോണിയും ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. കലയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ.
അപ്പൊ അതിനായിട്ടുള്ളൊരു വേദി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തന്നെ ഒരു സാധനം തുടങ്ങാം. അങ്ങനെയാണ് ഞങ്ങൾ ആർട്ട് കൊച്ചി സ്ഥാപിക്കപ്പെടുന്നത്. എന്തൊക്കെയാണെങ്കിലും ആർട്ട് കൊച്ചി വളരെ ഗംഭീരമായിട്ട് ഞങ്ങളുടെ 2 സുഹൃത്തുക്കൾ നല്ല ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ഞങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. എന്തായാലും മിൽട്ടൺ ഞങ്ങളോട് സഹകരിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുക്കി പ്രത്യേകം താങ്ക്സ് ഞങ്ങൾ അങ്ങോട്ടും പറയും. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഈ സംരംഭം വളരെയധികം ഉന്നതിയിലേക്ക് എത്തട്ടെ. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. ആർട്ട് കൊച്ചി എറണാകുളത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗണ്ട് ഇൻ കളേഴ്സ് പെയിന്റിംഗ് എക്സിബിഷൻ സമാപിച്ചു. കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിലായിരുന്നു പരിപാടി. ഹൈബീഡൻ എംപി ഉദ്ഘാടനം ചെയ്തു. TJ വിനോദ് MLA മുഖ്യാതിഥിയായിരുന്നു. ബാബുരാജ് ബാലൻ ക്യൂറേറ്ററായിരുന്നു. ആർട്ട് കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ സൗണ്ട് ഇൻ കളേഴ്സ് എന്ന പേരിൽ ചിത്രകാരന്മാരുടെ ഗ്രൂപ്പ് പെയിന്റിംഗ് പ്രദർശനം കേരള ലളിതകലാ അക്കാദമി ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ ജൂൺ 30-ന് സമാപിക്കും. പുതിയതായിട്ട് രംഗപ്രവേശനം ചെയ്യുന്ന ആളുകളുണ്ട്, പഴയ ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പെയിൻറ്റിങ് വരെ ഇതിലുണ്ട്. പിന്നെ 75 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ട് പങ്കെടുക്കുന്നത്. ഹൈബീഡൻ MP ആണ് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. പ്രദർശനോദ്ഘാടന ചടങ്ങിൽ TJ വിനോദ് MLA മുഖ്യാതിഥിയായി. ചിത്രകാരൻ ബോണിഫസ്, ചിത്രപുര ബാബുരാജ്, ബാലൻ ചിത്രശാല എന്നിവർ സംസാരിച്ചു. ചിത്രപ്രദർശനം ജൂൺ 30-ന് സമാപിക്കും.